ഹലോ ഓൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദ വെരി ഗ്രേറ്റസ്റ്റ് പ്ലേ ബൈ ഹെൻറിക് ഇബ്സൺ, ദാറ്റ് ഈസ് ഡോൾസ് ഹൗസ് ആണ്. സോ ഡോൾസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HSC സിലബസിൽ നോക്കുകയാണെങ്കിൽ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റിയലിസ്റ്റിക് പ്ലേസ് ആണ്. റിയലിസ്റ്റിക് പ്ലേസ് കുറച്ചേ ഉള്ളൂ, റൈഡേഴ്സ് ടു ദ സീ, അതേപോലെ ഡോൾസ് ഹൗസ്, പിഗ്മാലിയനൊക്കെ ഒരു റിയലിസ്റ്റിക് സൈഡാണ്, പക്ഷേ അത് ഇമാജിനേഷൻ ആണെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ ഈ ഒരു drama in the പറയുന്നത് ഡോൾസ് ഹൗസ്, in which we can see Ibsen is actually portraying the realistic side of women. വിമൻ്റെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വിമനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡോൾസ് ഹൗസിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദ പ്ലേ we should know about the writer and we should know about the publication, we should know about many things. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ആദ്യം തന്നെ ഹെൻറിക് ഇബ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് ഫുൾ നെയിം വാസ് ഹെൻറിക് ജോഹൻ ഇബ്സൺ ആൻഡ് ഹി വാസ് ബോൺ ഇൻ 20th March 1828 and he died in 1906. He was actually a Norwegian playwright and he was very famous in theatrical sense. Theatrical sense എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തിയേറ്റർ ഡയറക്ടർ ആയിരുന്നു. ആൻഡ് ഹി ഓൾവേസ് യൂസ് ടു പോർട്രേ ദ മോഡേണിസം ഇൻ തിയേറ്റർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് മോഡേണിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പ്ലേസ് അദ്ദേഹമാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നതും ദ ഫാദർ ഓഫ് റിയലിസം എന്നാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും ലൈക്ക് ഡോൾസ് ഹൗസ്, അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹെഡ ഗാബ്ലർ, ഗോസ്റ്റ്, വൈൽഡ് ഡക്ക്, വെൻ വി ഡെഡ് അവേക്കൺ, റോസ്മെൻഷലം, മാസ്റ്റർ ബിൽഡർ, ഈ പ്ലേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് റിയലിസത്തിലാണ്. റിയലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അത് മുഴുവൻ പ്ലേയിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ലൈഫിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ദ ഡ്രാമ ദാറ്റ് വി ആർ സീയിങ് ബൈ ഹെൻറിക് ഇബ്സൺ. അപ്പോൾ നമ്മളിനി സ്പെഷ്യലായിട്ട് ഡോൾസ് ഹൗസിലേക്ക് കടക്കുകയാണെങ്കിൽ, ആൻഡ് അതിന് മുൻപ് പറയേണ്ട ഒരു കാര്യം, ഹി വാസ് റാങ്ക്ഡ്, ദിസ് ഇബ്സൺ ഈസ് ഓഫൻ റാങ്ക്ഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് പ്ലേ റൈറ്റ്സ് ഇൻ ദ യൂറോപ്യൻ ട്രഡീഷൻ ഇൻ ദ 19th century. യൂറോപ്യൻ ട്രഡീഷനിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് റൈറ്റേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇബ്സനെയാണ്. ആൻഡ് ഹി വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ്, അദ്ദേഹം കുറേ റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ജോർജ് ബെർണാർഡ് ഷോ, ഓസ്കാർ വൈൽഡ്, ആദർ മില്ലർ, ജെയിംസ് ജോയ്സി, യുജീൻ ഒനീൽ, മൈക്രോ സ്ലേവ്. അപ്പോൾ ഈ റൈറ്റേഴ്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇബ്സൺ തന്നെയാണ് ഇൻ റിയലിസ്റ്റിക് ടേംസ്. അപ്പോൾ നമ്മളിനി ഇബ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹി വാസ് ആക്ച്വലി നോമിനേറ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1902, 1903 ആൻഡ് 1904. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം ഇബ്സൺ ആസ് എ റൈറ്റർ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, HSCയിൽ നിങ്ങൾ റൈറ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൺലി യു ഫോക്കസ് ഓൺ ദ play, the plays and the actors, the characters and all those things. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പ്ലേയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആദ്യം ക്യാരക്ടേഴ്സിനെ നോക്കണം. അതിന് മുൻപ് നമുക്ക് പബ്ലിക്കേഷൻ ഡേറ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഈ ഡോൾസ് ഹൗസ് എന്ന് പറയുന്നത് ആദ്യം പെർഫോം ചെയ്തത്, ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ഡിസംബർ 1879. 1879 ദിസ് വാസ് പെർഫോംഡ് ആൻഡ് ഇറ്റ് വാസ് ഡിസംബർ. അതേപോലെ തന്നെ കുറേ ക്രിറ്റിസിസംസ് ഒക്കെ ഏറ്റെടുത്ത ഒരു നോവലായിരുന്നു, കുറേ ക്രിറ്റിസിസംസ് കിട്ടിയ ഒരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ദി എൻഡ് അദ്ദേഹം ടൈറ്റിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാവരെയും ടച്ച് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഹാവിങ് മെനി സിംബലിസംസ് ഇൻ ഇറ്റ്. ഡോൾസ് ഹൗസ് എന്ന് പറയുന്നത്, നമ്മൾ ടൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോൾസ് ഹൗസ് എന്താണ്, പാവയുടെ അല്ലെങ്കിൽ ഡോളിൻ്റെ ഒരു വീടാണ്. സോ ഹിയർ നോറ ഇസ് ദ മെയിൻ ക്യാരക്ടർ. സോ നോറേനെ ഒരു ഡോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ആൻഡ് ദാറ്റ്സ് വെരി റിയലിസ്റ്റിക് ഇൻ ഇറ്റ്. അപ്പോൾ നമുക്കിനി ഡ്രാമയിലേക്ക് കടക്കുകയാണെങ്കിൽ, വി ആർ ഹാവിങ് ദ ക്യാരക്ടേഴ്സ് ലൈക്ക് Torvald Helmer, he was a lawyer, and then we are having Nora, the wife of Helmer, and then we are having Dr. Rank, the friend of Helmer and Nora. Norayudeyum friend aanu, Helmerindeyum friend aanu Dr. Rank. Then we have Krogstad, a barrister. He was actually a person, he was considered to be an antagonist. നമുക്ക് ഈ ഒരു ഡ്രാമ എടുക്കുമ്പോൾ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്രോക്സ്റ്റർ ആണ്. Then we are having Mrs. Linde, one of the friends of Nora, and we are having 3 small children of Helmer and Nora, and we are having one more character, that is Anna Maria, the nurse of this house, and we are having a potter
etc. Potter who helps Nora to take all the luggages when the drama begins. So ഈ ഒരു ഡ്രാമ ബിഗിൻ ചെയ്യുന്നത് നോറ ക്രിസ്മസിലേക്കുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഷി വാസ് ആക്ച്വലി കമ്മിങ് ടു ഹെർ ഹോം. അതിൽ നിന്നാണ് ഈ ഒരു ഡ്രാമ തുടങ്ങുന്നത്. ദാറ്റ് ഓൾസോ സിംബലൈസസ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങുന്നത് ആരാണ്? ഇറ്റ് വാസ് നോറ. And then പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഷി വാസ് ടോക്കിംഗ് ടു ടോവേൾഡ് അബൌട്ട് മെനി തിങ്സ് ആൻഡ് ഹി വാസ് ആക്ച്വലി യൂസിങ് മെനി പെറ്റ് നെയിംസ് ഫോർ ദിസ് നോറയെ കുറേ പെറ്റ് നെയിംസ് ഒക്കെയാണ് ഈ ടോവേർഡ് വിളിക്കുന്നത്. സോ അതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് ഷി വാസ് ഓൺലി കൺസിഡേർഡ് ആസ് എ പെപ്പറ്റ്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ വെറും ഒരു ഇൻഡിവിജ്വലായിട്ടല്ല, മറിച്ച് വേറെ കുറേ കാര്യങ്ങൾ, ഒരു പെറ്റ് ബേർഡായിട്ട്, അതേപോലെ സ്കൈലാർക്ക് എന്ന് വിളിക്കുന്നുണ്ട്, സോങ് ബേർഡ് എന്ന് വിളിക്കുന്നുണ്ട്, സ്ക്വിരൽ എന്ന് വിളിക്കുന്നുണ്ട്, ഈവൻ പെറ്റ് എന്ന് പോലും ഈ ഹെൽമർ വിളിക്കുന്നുണ്ട് നോറയെ. അപ്പോൾ ഇതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് നോറ വാസ് നോട്ട് അറ്റ് ഓൾ കൺസിഡേഴ്സ് ആസ് എ ഹ്യൂമൻ ബീയിങ്. നോറയെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ആ വീട്ടിൽ കൺസിഡർ ചെയ്തിട്ടില്ല എന്നതാണ് പോർട്രേ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഡ്രാമ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ വീട്ടിലേക്ക് ആഫ്റ്റർ ദ കോൺവെർസേഷൻ ദാറ്റ് നോറ ആൻഡ് ഹെൽമർ ഹാഡ്, ക്രിസ്മസിനെ കുറിച്ചും ഹെൽമറിൻ്റെ ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ചും ബാങ്കിലെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഹെൽമർ ആദ്യം ഒരു ലോയർ ആയിരുന്നു, പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രമോഷൻ കിട്ടുകയാണ് ആസ് എ ബാങ്ക് മാനേജർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇടയിൽ രണ്ടാളുകൾ ഈ നോറയെയും ഹെൽമറിനെയും കാണാൻ വരികയാണ്. ഒന്ന് ആസ് യൂഷ്വൽ ഡോക്ടർ റാങ്ക്, ഹി വാസ് എ ഡോക്ടർ, ഹി വാസ് നോട്ട് മാരീഡ്. ആൻഡ് പിന്നെ നമുക്ക് ഈ ഒരു ഡ്രാമ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡോക്ടർ റാങ്കിന് നോറയോട് ചെറിയൊരു ഇഷ്ടം. ഹി വാസ് ഹാവിങ് എ ലവ് അഫെയർ വിത്ത് ദിസ് നോറ. പക്ഷെ നോറയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ആൻഡ് ദെൻ ഇവരിങ്ങനെ കാണാൻ വരികയാണ്. അപ്പം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മിസ്സസ് ലിൻഡേ, വൺ ഓഫ് ദ വെരി ഫേമസ് ഓർ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് നോറ. നോറയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ദിസ് മിസ്സസ് ലിൻഡേ. ആൻഡ് ഇവർ രണ്ടാളുമാണ് അവിടത്തേക്ക് വരുന്നത്. അപ്പം മെയ്ഡ് പറയുകയാണ് ഹെൽമറിനോടും നോറയോടും, അതായത് ഹെൽമറിനെ കാണാൻ ഡോക്ടർ റാങ്കും നോറയെ കാണാൻ മിസ്സസ് ലിൻഡേയും വന്നിട്ടുണ്ട് എന്ന് മെയ്ഡ് വന്നിട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ ഡോക്ടർ റാങ്കും ഹെൽമറും ആസ് യൂഷ്വൽ അവർ മേലെ റൂമിൽ, ഓഫീസ് റൂമിൽ പോയിട്ട് അവരുടെ യൂഷ്വൽ കോൺവെർസേഷനിലേക്ക് കടക്കുകയാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയും മിസ്സസ് ലിൻഡേയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പോൾ മിസ്സസ് ലിൻഡേയും നോറയും ഞാൻ പറഞ്ഞു വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ലിൻഡയുടെ ലൈഫിൽ ലിൻഡ വാസ് മാരീഡ്, ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഷീ മാരീഡ് ടു എ റിച്ച് പേഴ്സൺ, ബട്ട് ഹി ആക്ച്വലി ഡൈഡ്, മരിച്ചു. അതിനുശേഷം വിഡോ ആവുകയാണ്. അപ്പോൾ നോറ പറയുന്നുണ്ട്, ഞാൻ കുറേ കാലമായി നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാത്തത് ആഫ്റ്റർ ദ മാരേജ് വിത്ത് ടോവേൾഡ് ഹെൽമർ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ഞാൻ നിന്നെ കാണാൻ വരാത്തതിൽ ഐ എം ആസ്കിങ് സോറി, ഐ എം അപ്പോളൈസിങ് ഫോർ യു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോറ പറയുകയാണ്. നോറ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് മിസ്സസ് ലിൻഡെ അവളുടെ ഇപ്പോൾ ഉള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണ്. ഷി വാസ് ഹാവിങ് എ വെരി ഹാർഡ് ലൈഫ്, വളരെ ഹാർഡായിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്സസ് ലിൻഡെ ഈ നോറയെ കാണാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ നീഡ് എ ജോബ്. മിസ്സസ് ലിൻഡേക്ക് ഒരു ജോബ് വേണം ഇൻ ഓർഡർ ടു ലുക്ക് ആഫ്റ്റർ ഹർ ഫാമിലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലിൻഡെ ഇവിടെ വന്നിരിക്കുന്നത്, നോറയെ കാണാൻ വേണ്ടിയിട്ട്. കാരണം നോറയുടെ ഹസ്ബൻഡ് ഹെൽമർ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മിസ്സസ് ലിൻഡെ അവിടത്തേക്ക് വരുന്നത്. ആൻഡ് നോറ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഐ വിൽ ടോക്ക് അബൌട്ട് യു ടു മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ലിൻഡയോട് കുറച്ച് കാര്യങ്ങൾ നോറ സംസാരിക്കുന്നതാണ്. അപ്പോൾ നോറ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവേൾഡ് ഇങ്ങനെ സുഖമില്ലാതായി, ടോവേൾഡിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ്, ടെൻഷനൊക്കെ കൊണ്ട് ഫിസിക്കൽ കണ്ടീഷൻ ആയാലും മെൻ്റൽ കണ്ടീഷൻ ആയാലും ഒക്കെ വേഴ്സായി. അപ്പോൾ ഐ ഹാവ് ടു ടേക്ക് ഹർ ടു എ ടൂർ. ഒരു ടൂറിന് എനിക്ക് ഒരു ടൂറിന് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അത് ഇറ്റലിക്കേ ആയിരുന്നു. സോ ഇറ്റ് കോസ്റ്റ് എ ഹ്യൂജ് എമൗണ്ട്, വലിയൊരു എമൗണ്ട്, അറൗണ്ട് $20 ആണോൾ, 20-നേക്കാളും കൂടുതൽ എമൗണ്ട് അതിനുവേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ പൈസ എൻ്റെ കയ്യിലപ്പോൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ ആസ് ദ മണി ഫ്രം മൈ ഫാദർ ആ സമയത്ത് ഇല്ലായിട്ട് കിടക്കുകയായിരുന്നു. ഫാദറിനോട് ഞാൻ പൈസ ചോദിച്ചു. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ്, ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. അപ്പോൾ വാട്ട് ഐ ഡിഡ് ഇസ് ദാറ്റ്, ഞാൻ ഫാദറിൻ്റെ സൈൻ ഞാൻ ഇട്ടിട്ട് ഞാൻ പൈസ മേടിച്ചു എന്ന് നോറ പറയാം. അപ്പോൾ ഫാദറിൻ്റെ സൈൻ ഫോർജറി ചെയ്തിട്ട് ഫാദറിൻ്റെ സൈൻ ആരാണ് ഇടുന്നത്? നോറയാണ് ഇടുന്നത്.
എന്നിട്ട് ദർ ഈസ് അഗെയിൻ എ സസ്പെൻസ്. ആരുടെ നിന്നാണ് പൈസ വാങ്ങിയത്, എങ്ങനെയാണ് നോറയ്ക്ക് ആ പൈസ കിട്ടിയത് എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കുറച്ച് അങ്ങോട്ട് എത്തുമ്പം ഒരു സെക്കൻഡ് ആക്ടിന് മുമ്പ് തന്നെ നമുക്കത് സെക്കൻഡ് ആക്റ്റൊക്കെ ആവുന്ന സമയത്ത് ആക്ച്വലി ആ സമയത്താണ് നമ്മൾ 3 ആക്റ്റുകളാണ് ഈ ഒരു ഡ്രാമയിലുള്ളത്. 3 ആക്ട് പ്ലേ ആണ്, അതും ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുക ഒരു രണ്ടാമത്തെ ആക്റ്റൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ആരുടെ അടുത്ത് നിന്നാണ് നോറ പൈസ വാങ്ങിയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മിസ്സസ് ലിൻഡിയോട് പറയുകയാണ് ഞാനിങ്ങനെ പൈസ ഫോർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഷീ വാസ് ഡിസ്കസിങ് വിത്ത് ഹർ ഫ്രണ്ട് ലിൻഡെ. അതിനുശേഷം ലിൻഡയെ സമാധാനിപ്പിക്കുകയാണ്, ഹെൽമറിന് ലിൻഡയെ പരിചയപ്പെടുത്തുകയാണ്, ഡോക്ടർ റാങ്കിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഹെൽമർ പറയാണ് ഓക്കെ ഐ ക്യാൻ ഡൂ ദാറ്റ്, ഐ ക്യാൻ മാനേജ്, ഒരു ജോലി എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആക്കാം എന്ന് ഹെൽമറും പറയുകയാണ്. അങ്ങനെ അവരുടെ ലൈഫ്, അതായത് മിസ്സസ് ലിൻഡയുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ആര് നോക്കുകയാണ്, നോറയും ഹെൽമറും. അതിനുശേഷത്തെ ആക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുക ക്രോക്സ്റ്റേഡ് വാസ് കമ്മിങ് ടു ദെയർ, അതായത് ഈ ഒരു വീട്ടിലേക്ക് ക്രോക്സ്റ്റേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്യാരക്ടർ, അതായത് ഞാൻ പറഞ്ഞ എന്താ പറയുക വില്ലൻ ക്യാരക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽമർ ഹി വാസ് ആക്ച്വലി വർക്കിംഗ് ഇൻ എ ബാങ്ക് വെയർ ദിസ് ക്രോക്സ്റ്റേഡ് യൂസ് ടു വർക്ക്. ക്രോക്സ്റ്റേഡ് ആദ്യം ഉണ്ടായിരുന്ന ബാങ്കിലാണ് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിട്ട് ബാങ്ക് മാനേജറായിട്ട് ഹെൽമർ കയറാൻ പോകുന്നത്. അപ്പോൾ ഹെൽമർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ കിട്ടിയ ഫയൽസൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം കാണുകയാണ് ഈ ക്രോക്സ്റ്റേഡ് ഹി ഹാഡ് ഡൺ സം മിസ്റ്റേക്സ്, സം ഫോർജറി വിത്ത് ദ ബാങ്ക്. അപ്പോൾ അത് മെല്ലെ ആ കേസ് കുത്തിപ്പൊക്കി ഈ ക്രോക്സ്റ്റേഡിനെ പുറത്തേക്കാക്കാനുള്ള ഒരു പ്ലാനാണ് ഹെൽമറിൻ്റേത്. അപ്പോൾ അത് ക്രോക്സ്റ്റേഡിന് അറിയാം. സോ ക്രോക്സ്റ്റേഡ് കെയിം ഇൻ ഫ്രണ്ട് ഓഫ് നോറയെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് നോറ മാത്രമേ വീട്ടിലുള്ളൂ, ഹെൽമർ അവിടെ ഇല്ല. അപ്പോൾ നോറയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് വീണ്ടും ആ ബാങ്കിലേക്ക് കയറണം എന്നുണ്ട്, ഐ വോണ്ടഡ് ടു റീജോയിൻ ടു ദാറ്റ് ബാങ്ക്, പക്ഷേ യുവർ ഹസ്ബൻഡ് വാസ് നോട്ട് അലൗവിങ് മീ ടു ഡു ദാറ്റ്. ഹസ്ബൻഡ് എന്നെ അവിടെ ജോലിക്ക് കയറാൻ വേണ്ടി സമ്മതിക്കുന്നില്ല, ഒന്നുകൂടി ഹസ്ബൻഡിനോടൊന്ന് പ്രഷറൈസ് ചെയ്ത് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ക്രോക്സ്റ്റേഡ് നോറയോട് പറയുകയാണ്. പക്ഷേ നോറ വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. നോറ ഒരിക്കലും അതിന് തയ്യാറാവുന്നില്ല. പക്ഷേ ആ സമയത്താണ് നമുക്ക് മറ്റൊരു കാര്യം നമ്മളെ മുന്നിലേക്ക് റൈറ്റർ കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് ദിസ് വാസ് ദ പേഴ്സൺ ഫ്രം ഹൂം നോറ ഹാഡ് ദ മണി ടു മേക്ക് ദാറ്റ് ട്രിപ്പ്. ആ ട്രിപ്പ് ഇറ്റലിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ ക്രോക്സ്റ്റഡിൻ്റെ കയ്യിൽ നിന്നാണ് നോറ വാങ്ങുന്നത്. അപ്പോൾ ക്രോക്സ്റ്റഡിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പൈസ വാങ്ങുന്നത് എങ്ങനെയാണ്, ഫാദറിൻ്റെ സൈൻ ഫോർജറി ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അത് ആര് കണ്ടുപിടിക്കുകയാണ്, ക്രോക്സ്റ്റഡ് കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ഹി വാസ് യൂസിങ് ദാറ്റ് one particular forgery as a trick to blackmail this Nora. അങ്ങനെ നോറയ്ക്ക് പേടിയാവുകയാണ്. ദെൻ നോറ അതവിടെ നിർത്തിയിട്ട് ഹെൽമർ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ ക്രോക്സ്റ്റഡ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നോറ ഇങ്ങനെ കുറേ സമയം ഈ ഹെൽമറുമായിട്ട് ഇത് സംസാരിക്കുകയാണ്, ക്രോക്സ്റ്റഡിനെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒന്നും നോറയ്ക്ക് അറിയില്ല ക്രോക്സ്റ്റഡ് ആ ബാങ്കിൽ ഫോർജറി നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഗ്രാജ്വലി മെല്ലെ ഈ ഹെൽമറിനെ ക്രോക്സ്റ്റഡിനെ ബാങ്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഇമോഷണലി നോറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രോക്സ്റ്റഡിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റാങ്ക് he was suffering from a disease that is called spinal tuberculosis. So ഡോക്ടർ റാങ്ക് തന്നെ പറയുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ എനിക്ക് വരാനുണ്ടായ കാരണം എൻ്റെ ഫാദറാണ്, ബിക്കോസ് ഹി ഹാഡ് മെനി ഇൽ മാരിറ്റൽ അഫെയേഴ്സ്, കുറേ മാരിറ്റൽ അഫെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു രോഗം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആകെ ഒരു ഉത്തരവാദി എൻ്റെ ഫാദറാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ റാങ്കിനെ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ റാങ്ക് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ റാങ്ക് നോറയോട് പറയുന്നുണ്ട്, യു ഡോണ്ട് ഹാവ് ടു കം ടു സീ മീ, എന്നെ കാണാൻ നീയോ ഹെൽമറോ വരാൻ പാടില്ല, ഐ കാൺട്ട് ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റാങ്ക് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോക്സ്റ്റഡും ലിൻഡയും തമ്മിലൊരു ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ അവരുടെ കോളേജ് ഡേയ്സിൽ അവർ തമ്മിലൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റിൽ ദേ വോണ്ടഡ് ടു കണ്ടിന്യൂ ദാറ്റ്. അപ്പോൾ ക്രോക്സ്റ്റഡ് ഇത് അറിഞ്ഞ സമയത്ത് ഈ ലിൻഡയുടെ സിറ്റുവേഷൻസൊക്കെ അറിഞ്ഞു, അവരെ കാണുകയാണ് തമ്മിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ക്രോക്സ്റ്റഡും ലിൻഡയും ഒന്നാവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം അങ്ങനെ ഒന്നാവാൻ തീരുമാനിക്കുന്ന സമയത്ത് നോറ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ലിൻഡയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് ദിസ് ഫോർജറി, മണി, എവ്രിതിങ്. സോ അതുകൊണ്ട് തന്നെ ലിൻഡെ
ക്രോക്സ്റ്ററിനെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചിട്ട് ആ ഒരു എൻഡിങ്ങിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ ക്രോക്സ്റ്റർ 2-3 ലെറ്റേഴ്സ് ആർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു? ഹെൽമറിന് അയച്ചിട്ടുണ്ടായിരുന്നു, ടെല്ലിങ് അബൌട്ട് ദിസ് ഇൻസിഡൻറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട്, അതായത് ഈ ഒരു ഫോർജറിയും പൈസ വാങ്ങിയതും പറ്റിച്ചതും ഒക്കെ പറഞ്ഞിട്ട് 2 ലെറ്റർ എവിടെ അയച്ചിട്ടുണ്ട്? ഈ ഹെൽമറിന് അയച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് ദെയർ ഇൻ ദ ലെറ്റർ ബോക്സ്. അപ്പോൾ അത് അറിഞ്ഞ സമയത്ത് നോറ എന്ത് ചെയ്യുകയാണ്? ഈ ലെറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് ഹെൽമർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ നോറ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ടേമൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോൾ ഡാൻസ് കളിക്കുന്നുണ്ട്, കുറേ അങ്ങനത്തെ കുറേ സീനറീസ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ആ ഡ്രാമ വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ആ ഒരു ഡാൻസിൻ്റെ ഇടയിൽ പുതിയൊരു ഡ്രസ്സ് നോറ വാങ്ങുകയാണ്. നോറ ബ്ലോഡ് ദാറ്റ് സീൻ. അപ്പോൾ അവിടെ നോറ വളരെ ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോൾ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള നോറേനെയാണ് നമുക്ക് ആ ഒരു പാർട്ടിയുടെ ഇടയിൽ കാണാൻ പറ്റുക. ആൻഡ് അതിനുശേഷം മക്രൂൺസ് കഴിക്കുന്ന ഒരു ശീലം ഈ നോറയ്ക്കുണ്ട്. ദാറ്റ് ടോവൽ ഡസൻ ലൈക്ക്. ഹെൽമറിനത് ഇഷ്ടമേ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ വെൻ വി ആർ ഡിസ്കസിങ് ദ MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഈ ക്രോക്സ്റ്ററും മിസ്സസ് ലിൻഡയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ക്രോക്സ്റ്റർ സമ്മതിക്കുകയാണ്, ഓക്കെ ഞാൻ ആ ലെറ്റർ തിരിച്ചയക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലെറ്റർ ഞാൻ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനമാവുകയാണ്. അപ്പം അങ്ങനെ ഈ ക്രോക്സ്റ്റർ എന്ത് ചെയ്യാണ്? ഈ ഒരു എന്താ പറയുക, ഇമോഷണലി ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നിർത്തിയിട്ട് മറ്റൊരു ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹെൽമർ, നോറയുടെ ഹസ്ബൻഡ് ഹെൽമർ ഇത് കാണുകയാണ്, ഈ ഒരു ലെറ്റർ ബോക്സിൽ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോറയും ഹെൽമറുമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് തെറ്റാണ്. അപ്പോൾ ഹെൽമർ നോറയെ മക്കളുടെ അടുത്തേക്ക് പോകാൻ പോലും വിടാതെ, ഹെൽമർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചതിച്ചവളാണ്, ഒരു ഒപ്പിട്ട് ചതിച്ചതാണ്, പക്ഷെ അത് ചതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോർജറി, ഫൗളാണ്. അപ്പോൾ അതുകൊണ്ട് യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ചിൽഡ്രൻ. എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് നീ പോവരുത്, അവരെയും കൂടി നീ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ, നോറയും ഹെൽമറും തമ്മിൽ അടിയുണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നോറ വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്, ഡിസ്ട്രസ്ഡ്, ഒരു എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടാണ് ആകെ ആരുള്ളത്? നോറയുള്ളത്. അപ്പോൾ ഷീ ഡിസൈഡ് ടു ലീവ് ദാറ്റ് ഹൗസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെൽമറിന് മറ്റൊരു ലെറ്ററും കൂടി കിട്ടുകയാണ്. ഹെൽമറിനോട് ക്രോക്സ്റ്റഡ് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഈ കാര്യം, അതായത് ഈ ഭാര്യയുടെ ഫോർജറി മറ്റു കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരില്ല, ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ മറ്റൊരു ലെറ്റർ ക്രോക്സ്റ്റഡ് അയച്ചത് ലേറ്റായിട്ടാണ് ഹെൽമറിന് കിട്ടുന്നത്. പക്ഷേ ഈ ലെറ്റർ കിട്ടുന്നതിന് മുൻപ് തന്നെ മറ്റേ ഫോർജറിയുടെ കേസ് ഹെൽമറിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഹെൽമർ വിചാരിക്കുന്നത് എന്താണ്? ഈ ഭാര്യ ഫ്രോഡാണ്, ഫോർജറി ചെയ്തവളാണെന്നൊക്കെ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കാണ് മോശം, ഹെൽമറിനാണ് മോശം. അപ്പോൾ അതുകൊണ്ട് ഹെൽമർ നോറയോട് പറയുകയാണ്, യു ഹാവ് ടു ബി എവേ ഫ്രം ദിസ് ഹോം. അപ്പം അങ്ങനെ, പക്ഷേ രണ്ടാമത്തെ ലെറ്റർ കിട്ടിയപ്പോൾ ഹെൽമർ ബിക്കെയിം വെരി കാം ആൻഡ് ക്വയറ്റ്. അങ്ങനെ ഹെൽമർ നോറയോട് പറയുകയാണ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്, നീ പുറത്തേക്ക് പോകണ്ട, നീ ഈ വീട്ടിൽ തന്നെ നിൽക്കാം, കാരണം ക്രോക്സ്റ്റഡ് രണ്ടാമതൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷെ നോറ വാസ് നോട്ട് റെഡി ടു ഡു ദാറ്റ്. നോറ എന്ത് ചെയ്യാണ്? ഷീ ഡിസൈഡഡ് ടു ലീവ് ദാറ്റ് ഹൗസ് ടുവേർഡ്സ് ഹർ ഐഡൻറ്റിറ്റി, അവളുടെ ഐഡൻറ്റിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അവളുടെ ഒരു ഫ്രീഡത്തിലേക്ക്. ആ ബേർഡായിട്ട്, ഡോളായിട്ട് ഷീ ഡസൻറ്റ് വോണ്ട് ടു ബി ദെയർ ഇൻ ദാറ്റ് ഹൗസ്, ഷീ ഡസൻറ്റ് വോണ്ട് ടു സ്റ്റിക്ക് ഇൻ ദാറ്റ് ഹൗസ്, സോ ഷീ ജസ്റ്റ് വോണ്ടഡ് ടു ബി ഔട്ട്. അങ്ങനെ നോറ ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഇറങ്ങിയിട്ടുള്ള ഒരു ഡോട്ട് സ്ലാപ്പ് നമുക്കവിടെ കാണാൻ പറ്റും. ഡോർ അടയ്ക്കുന്ന ആ ഒരു രംഗത്തോടു കൂടി, ആ ഒരു സൗണ്ടോടു കൂടിയാണ് ദ ഡ്രാമ എൻഡ്സ്. പക്ഷേ ഇവിടെ കുറേ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പോർട്രേ ചെയ്തപ്പോൾ കുറേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ക്രിറ്റിസിസം വന്ന സമയത്ത് ഇബ്സൺ രണ്ടാമതൊരു എൻഡിങ് ഈ പ്ലേന് എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോറ വാസ് ഗോയിങ് ടുവേർഡ്സ് ദെയർ ചിൽഡ്രൻ, കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ട് ആ കുട്ടികളെ കണ്ടപ്പോൾ നോറയുടെ മനസ്സ് മാറുകയും നോറ ഹാഡ് ഡിസൈർഡ് ടു ബി ദെയർ ഇൻ ദാറ്റ് ഹൗസ്. സോ ഈ 2 തരത്തിലുള്ള എൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ഓൾട്ടർനേറ്റീവ് എൻഡിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. നോറ വീട് വിട്ട് ഇറങ്ങുന്നില്ല, നോറ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ് ഫോർ ദ സേക്ക് ഓഫ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡോൾസ് ഹൗസിൽ നമുക്ക് കാണാൻ പറ്റുക. വി ആർ ഹാവിങ് എ വില്ലനസ് ക്യാരക്ടർ ക്രോക്സ്റ്റഡ്, മിസ്സസ് ലിൻഡെ, നോറ, ഹെൽമർ. മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഫോർജറീസ് ആണ്. ക്രോക്സ്റ്റഡ് ചെയ്ത ഫോർജറിയും നോറ ചെയ്ത ഫോർജറിയും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ എ ഹൗസ് ഹോൾഡ്, ഒരു വിമൻ്റെ പ്ലേസ് എന്താണ് ഒരു ഹൗസ് ഹോൾഡിൽ. അപ്പോൾ ഇത്രയുമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലേയിൽ കാണാൻ പറ്റുക. താങ്ക് യു.